സൂപ്പർ പടം. എടുത്തു പറയാനല്ല, നമ്മൾ രണ്ടാമത്തെ പ്രാവശ്യമാണ് ഞാൻ കാണുന്നത്. സൂപ്പർ പടം. ഇത്ര പ്രാവശ്യം കണ്ടാലും ഇത് ഒന്നുമില്ല. പണ്ട് തിയേറ്ററിൽ കണ്ടിട്ടുണ്ട്. കൊള്ളായിരുന്നു കേട്ടോ. ഫസ്റ്റ് ടൈമാണ് കാണുന്നത് തിയേറ്ററിൽ. എല്ലാവരും കണ്ട സിനിമയല്ലേ? ഇങ്ങനെ ഒരു ലെജൻഡറി മൂവി കാണാൻ പറ്റിയതിൽ വളരെ സന്തോഷമുണ്ട്. കാര്യം വിചാരിച്ചല്ലേ ഇങ്ങനെ ഒരു ബിഗ് സ്ക്രീനിൽ കാണാൻ പറ്റുന്നത്. സോ ഹാപ്പി. നല്ലായിരുന്നു. നമ്മൾ സ്ഥിരം കണ്ടിട്ടുള്ള സിനിമയാണ്, പക്ഷേ മൊത്തം എഫക്റ്റ് വരുമ്പോൾ നല്ലൊരു പുതിയൊരു എക്സ്പീരിയൻസ്. മൺചിത്രത്താഴ് കൊള്ളായിരുന്നു, അടിപൊളിയായിരുന്നു, നല്ലതായിരുന്നു. ഓൾറെഡി നമുക്ക് എല്ലാവർക്കും ഇഷ്ടമുള്ള പടമാണല്ലോ. അപ്പോൾ സൗണ്ട് എഫക്ട്സും കാര്യങ്ങളും കുറച്ച് പേരെന്തോ മാറ്റം വരുത്തിയിട്ടുണ്ട്. പഴയ പോലെ നല്ല രസമുണ്ടായിരുന്നു. എന്താ എപ്പോഴും എക്സൈറ്റ്മെൻറ്റ് തന്നെയാണ്. അങ്ങനെ സ്റ്റോറി അറിയാമെങ്കിലും ബോറടി അങ്ങനെയൊന്നും ഉണ്ടായിരുന്നു. ടി വിയിൽ മാത്രം കണ്ടിട്ടുള്ളൂ. തിയേറ്ററിൽ നിന്ന് കണ്ടപ്പോഴത്തേക്കും ആ എക്സ്പ്രഷനും കാര്യങ്ങളും മ്യൂസിക്കെല്ലാം അതെന്ന് സൂപ്പറായിരുന്നു, അടിപൊളിയായിരുന്നു. വിശ്വാസം നന്നായിട്ട് എടുത്തിട്ടുണ്ട്. നമ്മളാ BGM-ഉം പിന്നെ ഒരു ഫീലൊക്കെ ഉണ്ടല്ലോ, അത് ബിഗ് സ്ക്രീനിൽ കാണുമ്പോൾ നല്ലൊരു ഫീൽ കിട്ടുന്നുണ്ട്. പിന്നെ കുറച്ചുകൂടി ഡീറ്റെയിലിംഗ് നമുക്ക് കുറച്ചുകൂടി ക്ലിയർ ആയിട്ട് മനസ്സിലാവുന്നുണ്ട്. ഡീറ്റെയിലിംഗ് ഒക്കെ ഇപ്പോൾ ഒരു ക്യാരക്ടറിൻ്റെ ഡീറ്റെയിലിംഗ് ആണെങ്കിലും ക്ലിയർ ആയിട്ട് മനസ്സിലാവുന്നുണ്ട്. കൊള്ളാം, നല്ലതായിരുന്നു. സൗണ്ട് എഫക്റ്റ് ഒക്കെ അടിപൊളിയായിരുന്നു. ഇതിൽ കാണുന്ന തിയേറ്ററിൽ കാണുമ്പോൾ പ്രത്യേക ഒരു ഇതായിരുന്നു. പണ്ട് കണ്ടിട്ടുണ്ട് തിയേറ്ററിൽ, പക്ഷേ പണ്ട് വയസ്സായതുകൊണ്ട് മറന്നുപോയല്ല. അപ്പോൾ ഇപ്പോൾ ഒന്നുകൂടെ കണ്ടപ്പോഴേക്ക് കൊള്ളാം തോന്നിയതുകൊണ്ട് വന്ന്. ശോഭനയുടെയും ഒക്കെ അഭിനയങ്ങളൊക്കെ വളരെ നന്നായില്ല. നമ്മൾ ഒന്നുകൂടെ കണ്ടു. ഇടയ്ക്ക് വരും, വല്ലപ്പോഴും വരും. ഇല്ല, എല്ലാ പടങ്ങളും ഒന്നും വന്ന് കാണാറില്ല. അടുത്ത കാലത്തൊന്നും ടി വിയിലും കാണുന്നേ ഉള്ളൂ. മോനും കൊച്ചുമോളും ഒക്കെ കൊണ്ടുവന്നതുകൊണ്ട് വന്ന്. കഴിഞ്ഞ കേരളീയത്തിന് സിനിമ ഉണ്ടായിരുന്നല്ലോ, അന്ന് തിരക്കിനിടപ്പെട്ട് കണ്ടപ്പോൾ ഒരു എക്സൈറ്റ്മെൻറ്റ് ഉണ്ടായിരുന്നു. ഇന്നും അതേ എക്സൈറ്റ്മെൻറ്റ് ഉണ്ട്. ഓരോ തവണ കാണുമ്പോൾ ഒരു ഫ്രഷ്നെസ് ഫീൽ ചെയ്യുന്നുണ്ട്. പിന്നെ മാറ്റ്നിനോട് പ്രത്യേകം നന്ദി പറയുന്നുണ്ട്. കാരണം അവരിതിനെ 4K അറ്റ്മോസിലേക്ക് കൺവേർട്ട് ചെയ്തപ്പം അവരുടെ മാക്സിമം ശ്രമിച്ചിട്ടുണ്ട്. അത് പടത്തിൽ കാണാനുമുണ്ട്. ചെറിയ ബാക്ക്ഗ്രൗണ്ട് സ്കോറിനൊക്കെ ചെറിയ മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ടെങ്കിലും ഓവറോൾ ഒരു എക്സ്പീരിയൻസ് അടിപൊളിയാണ്. ഇല്ല ബ്രോ, ഇതാണ് ആക്ച്വലി കറക്റ്റ് വേർഷൻ. നമ്മൾ ടി വി കാണുന്നതിനേക്കാൾ ഒരുപാട് സീൻസ് ഇതിനകത്തുണ്ട്. പല സീനുകളും നമ്മൾ കാണുന്ന ഒരുപാട് കട്ട് ചെയ്തിട്ടുള്ള പോർഷൻസ് ഉണ്ട്, നമ്മൾ പണ്ട് ടി വി കണ്ടിരുന്നതും. പക്ഷേ ഇതാണ് ഒന്ന് കറക്റ്റ് വേർഷൻ. ഈ 149 മിനിറ്റ് ഫുൾ പടമുണ്ട്. കാരണം ഞാൻ കഴിഞ്ഞ കണ്ടപ്പോഴും കുറച്ചും കൂടെ യൂത്തായിരുന്നു കഴിഞ്ഞ ആ ടൈമിൽ കൂടുതൽ, കാരണം ആ സമയത്ത് അങ്ങനെ ആയിരുന്നല്ലോ. പക്ഷേ ഇവിടെ ഫാമിലിയും പ്രായ ആളുകളൊക്കെ പടം കാണുന്നുണ്ടായിരുന്നു. അപ്പം അത്രയും പ്രായകാലൊക്കെ ഈ ഫിലിം ഇപ്പോഴും ഇരുന്ന് കണ്ട് ഇതിലെ കോമഡിയൊക്കെ എൻജോയ് ചെയ്യുമ്പോൾ നമുക്ക് ആ ഒരു സന്തോഷമുണ്ട്. ഇത് ഭയങ്കര എക്സ്പീരിയൻസ് ആണ് ഈ 4K അറ്റ്മോസിൽ. അപ്പം എല്ലാവരും പടം കാണുക എന്നുള്ളതാണ്. സൗണ്ട് ക്വാളിറ്റി എല്ലാം നന്നായിട്ട് ഇമ്പ്രൂവ് ആയിട്ടുണ്ട്. മൊത്തത്തിൽ നല്ലൊരു ആംബിയൻസ് ആയിരുന്നു അതിൻ്റെ തിയേറ്ററിൽ കാണുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. ആഡിയോ നല്ലോണം ഇമ്പ്രൂവ് ആയിട്ടുണ്ട്. സ്ക്രീൻ നല്ല വിഷ്വലി നല്ല ഉണ്ടായിരുന്നു. ടി വി കണ്ടിട്ടുള്ളതേ ഉള്ളൂ, തിയേറ്ററിൽ വന്ന് ആദ്യമായിട്ട് കണ്ടു.